2023 യൂത്ത് കോൺഗ്രസ് അംഗത്വ വിതരണത്തിലും തെരഞ്ഞെടുപ്പിലും നടപടികൾ സുതാര്യമായിരുന്നില്ല എന്ന് മൂവാറ്റുപുഴ മുൻസിഫ് കോടതി. വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത് മതിയായ പരിശോധന കൂടാതെയാണ് എന്ന് കോടതി നിരീക്ഷിച്ചു. ലിഡിയ ജേക്കബ് വിവരങ്ങൾ നൽകാനായി. ലിഡിയ, ഈ കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ വിവാദങ്ങൾ ഉൾപ്പെട്ട ഒരു കേസായിരുന്നു. പ്രത്യേകിച്ച് വ്യാജ ID കാർഡുമായി ബന്ധപ്പെട്ടൊക്കെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടായിരുന്നത്. ഇന്ന് കോടതിയുടെ ഒരു നിരീക്ഷണം എന്തായിരുന്നു ഇക്കാര്യത്തിൽ? അജി, 2023 യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വലിയ ആരോപണങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നിരുന്നതാണ്. അതിൽ ID കാർഡും കാര്യങ്ങളും ഒക്കെ വ്യാജമായി ഉണ്ടാക്കിയതടക്കമുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ വോട്ടർ പട്ടികയിൽ ആളുകളെ ചേർത്തതിൽ ക്രമക്കേടുണ്ട് എന്നുള്ള കാര്യങ്ങളിലടക്കം വലിയ ആരോപണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും ഒപ്പം യൂത്ത് കോൺഗ്രസിനെതിരെയും ഒക്കെ വന്നിരുന്നതാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു ഹർജി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിട്ടുള്ള നഹാസ് നൽകിയത്. അതിലാണ് ഇപ്പോൾ കോടതിയുടെ ഒരു നിരീക്ഷണം ഉണ്ടായിരിക്കുന്നത്. അതായത് നടപടിക്രമങ്ങളിൽ അന്ന് നടത്തിയ അംഗത്വ വിതരണത്തിലും അംഗങ്ങളെ ചേർക്കുന്നതിലും ഒപ്പം ഈ തെരഞ്ഞെടുപ്പ് നടത്തിയതിലും ഒക്കെ ഒരു വീഴ്ച വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കോടതിയുടെ നിരീക്ഷണം. അതായത് ഈ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത് മതിയായിട്ടുള്ള പരിശോധന കൂടാതെയാണ്. മാത്രമല്ല, ഈ അംഗങ്ങളെ ചേർക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയത് മൊബൈൽ ആപ്പ് വഴിയാണ്, അതായത് ഓൺലൈൻ വഴിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടത്തിയത്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളടക്കം നടത്തിയത് ഈ മൊബൈൽ ആപ്പ് വഴിയാണ്. അതുകൊണ്ട് തന്നെ അതിൽ ക്രമക്കേടുകളും അത് സുതാര്യമല്ല, അതിലൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കോടതി ഇന്ന് നിരീക്ഷിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഈ പോളിംഗ് ഫലപ്രഖ്യാപന തീയതി അടക്കമുള്ള കാര്യങ്ങൾ അത് അത്തരത്തിലുള്ള വിശദാംശങ്ങളൊന്നും വിജ്ഞാപനത്തിലില്ല എന്നടക്കം കോടതി ഇതിൽ നിരീക്ഷിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് റദ്ദാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം ഇതിനോടകം തന്നെ അത് തെരഞ്ഞെടുപ്പിന്റെ ഫലമടക്കം വന്ന് കഴിഞ്ഞതിനു ശേഷമാണ് ഇത്തരത്തിലൊരു ഹർജി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കാനാവില്ല എന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. മാത്രമല്ല, കോടതി ചെലവിന്റെ പകുതി യൂത്ത് കോൺഗ്രസ് ഹർജിക്കാരന് നൽകാനും കോടതി നിലവിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്.